കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. മാനേജ്മെന്റ് ചെയ്തില്ല എങ്കിൽ സർക്കാർ അത് ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിന്റെ ചുമതലയുണ്ടായിരുന്ന എഇഒയോടും സ്കൂൾ മാനേജ്മെന്റിനോടും വിശദീകരണം തേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ വിശദ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. സ്കൂൾ തുറക്കും മുന്നേ സുരക്ഷ മുന്നിൽ കണ്ട് വിശദമായൊരു സർക്കുലർ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. യോഗങ്ങൾ ചേർന്ന മാർഗനിർദ്ദേശങ്ങളും നൽകി. അത് പാലിക്കുന്നതിൽ പക്ഷേ സ്കൂളിന് വീഴ്ചയുണ്ടായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ വിശദ റിപ്പോർട്ടിൽ സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടികളിലേക്ക് കടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് നൽകുന്ന ശുപാർശകൾ ഇങ്ങനെ: സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന എഇഒയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും. സ്കൂളിൽ PTA പുനഃസംഘടിപ്പിക്കണമെന്നും ഫിറ്റ്നസ് വിഷയത്തിൽ തദ്ദേശ വകുപ്പ് പരിശോധന നടത്തണമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം കുടുംബത്തിന് താൽക്കാലിക ആശ്വാസമായി വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ നൽകും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകും. ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസം നൽകാനും തീരുമാനമായി. ഏതെങ്കിലും സ്കൂളുകളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ പരിഹാരം കാണാനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.